ഹലോ. അപ്പോൾ ഇന്ന് നമ്മളൊരു പൂജാ റൂമിന്റെ ഒരു ഓർഗനൈസേഷനുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പൊ ഫുൾ അഴുക്കായി ഒരു പരുവമായിട്ടിരിക്കുകയാണ്. ഇടയ്ക്ക് കുറെ നാൾ ഉപയോഗിച്ചില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഉപയോഗിക്കാതെ വരുമ്പോഴത്തേക്ക് നമ്മൾ ഈ പൂജാ റൂമിന്റെ അങ്ങോട്ട് കയറാതെ ആയി കഴിഞ്ഞാൽ പിന്നെ അവിടെ ക്ലീനിങ്ങും നടക്കില്ലല്ലോ. മറ്റു റൂംസ് പോലെയല്ലല്ലോ. മറ്റുള്ള സ്ഥലങ്ങളിൽ നമ്മൾ എന്ത് ചെയ്തില്ലെങ്കിലും നമ്മൾ ഡെയിലി ഒന്ന് തൂക്കുമ്പോൾ അടിച്ചുവാരിയെങ്കിലും ചെയ്യും. പക്ഷെ ഇവിടെ അങ്ങനെ പറ്റില്ലല്ലോ. നമ്മൾ പൂജയ്ക്ക് വരുമ്പോഴല്ലേ ഇതൊന്ന് ക്ലീൻ ചെയ്തിടുക. അപ്പൊ അങ്ങനെ ക്ലീൻ ചെയ്യാതെ കുറച്ചധികം നാളായി മരണം, അസുഖം, അങ്ങനെ പല പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് കുറെ നാളായിട്ട് ഇപ്പൊ വിളക്ക് കൊളുത്താനോ ഒന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോഴത്തേക്ക് ഒരുപാട് അഴുക്കായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഡ്രോയേഴ്സ് ഒക്കെ ഇടയ്ക്ക് മോള് കത്തിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പൊ അവര് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യും പോലെ ശ്രദ്ധിച്ചൊന്നും ചെയ്യത്തില്ലല്ലോ. അപ്പൊ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർഗനൈസ്ഡ് അല്ലാതെ ഒരുപാട് കാര്യങ്ങൾ ഇരിപ്പുണ്ട്. അപ്പൊ അതെല്ലാം നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. പിന്നെ ഇതാണ് എൻ്റെ പൂജാ റൂം എന്ന് പറയുന്നത്. അപ്പൊ ആദ്യം മുതലേ പണ്ട് ഒരുപാട് വർഷമായി കേട്ടോ. അപ്പൊ ഇത് ശിവചേട്ടൻ തന്നെ ഉണ്ടാക്കി തന്ന ഒരു പൂജാ റൂമാണ്. ഇതേ ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇതിനകത്ത് നിന്ന് പൂജാ പാത്രങ്ങളെല്ലാം ഞാൻ ഓൾറെഡി എടുത്ത് വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന്റെ വീഡിയോ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. എങ്ങനെയാണ് എളുപ്പത്തിൽ നമുക്ക് ഒരുപാട് നാൾ യൂസ് ചെയ്യാതിരുന്ന പൂജാപാത്രങ്ങൾ എങ്ങനെയാണ് വൃത്തിയാക്കുക, എളുപ്പത്തിൽ വൃത്തിയാക്കുക, അല്ലെങ്കിൽ നല്ല ക്ലീൻ ആയിട്ട് എടുക്കുക എന്നൊക്കെ ഉള്ളത് വീഡിയോസ് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിൽ തന്നെ നിങ്ങൾക്ക് കാണാം, ഇവിടെ എല്ലാം നിറച്ച് ഇങ്ങനെ ഉപയോഗിക്കാതിരിക്കുമ്പോൾ ഉള്ള പൊടികളും അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇപ്പൊ നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. പിന്നെ ഇതിനകത്താണ് ഞാൻ പൂജാ സാധനങ്ങള്, അതായത് വിളക്ക്, തിരി, എണ്ണ, എക്സ്ട്രാ വിളക്കുകൾ ഇവിടെയല്ല സൂക്ഷിക്കുന്നതെങ്കിലും ബാക്കി നമുക്ക് പൂജയ്ക്ക് ആവശ്യമുള്ള തിരി, എണ്ണ, പിന്നെ ശാമ്പ്രാണിത്തിരി, അങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങളെല്ലാം നമ്മൾ ഇതിന്റെ ഉള്ളിലാണ്, ഈ 2 ഡ്രോസിലാണ് സൂക്ഷിക്കുന്നത്. ഇത് പഴയ ഒരു സാധാരണ നമ്മളെ ഗോദ്രേജിന്റെ ടേബിളില്ലേ, പഴയ ടേബിൾ, അതാണ് കേട്ടോ. അതിന്റെ പുറത്ത് നമ്മൾ ഉണ്ടാക്കിയ ഇത് ഇങ്ങനെ വെച്ചേ ഉള്ളൂ. മുമ്പ് നമ്മൾ ഇത് ടേബിളായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഇതിങ്ങനെ ഒരു സ്റ്റൂവിന്റെ പുറത്ത് വെച്ചിട്ടാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്, മുകളിൽ താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ പിന്നെ താഴോട്ട് ഇറങ്ങിയപ്പോ ഇങ്ങനെ ഒരു സൗകര്യമൊക്കെ കിട്ടിയപ്പോ ഇങ്ങനെ സെറ്റ് ചെയ്തേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇത് ഒരു പ്രാവശ്യം കണി വെക്കാനായിട്ട് ശിവചേട്ടൻ വാങ്ങിച്ചുകൊണ്ട് വന്ന കൃഷ്ണനാണ്. വേണ്ട, കൃഷ്ണനാണ്. ഈ കൃഷ്ണന് കൊടുത്തിരിക്കുന്ന ഈ മഞ്ഞപ്പട്ടായാലും ഈ ചുവന്ന തുണിയായാലും നമ്മുടെ ഗുരുവായൂര് കണ്ണൻ ഉപയോഗിച്ചതാണ് കേട്ടോ. അവിടുത്തെ പോറ്റി തന്നതാണ്. പിന്നെ ഇത് നമ്മുടെ അയോധ്യയിലതാണ് കേട്ടോ. അപ്പൊ ആ ഷോളും ഒക്കെ ഇങ്ങനെ ഇട്ട് ഞാനിവിടെ സൈഡിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഈ കൃഷ്ണന്റെ പുറത്തും ഒരുപാട് അഴുക്കൊക്കെ ആയിട്ടുണ്ട്. അഴുക്കല്ല, പൊടിയായിട്ടുണ്ട്. ഇവിടെ നല്ല രീതിയിൽ പൊടിയുള്ള സ്ഥലമാണ്. പൊടി കയറും. എത്ര നമ്മള് കതകൊക്കെ അടച്ചിട്ടിരുന്നാലും ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ പൊടിയുണ്ട്. ആഴ്ചയിൽ ഒരു ദിവസം നമ്മളെ ഫാനൊക്കെ തുടച്ചില്ല എന്നുണ്ടെങ്കിൽ വൈറ്റ് കളർ ഫാനുകളെല്ലാം നല്ല ബ്രൗൺ കളർ ആവും. അത്രയ്ക്ക് പൊടിയാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. പിന്നെ ഞാൻ പൂജാ റൂമിന്റെ ഈ സംഭവം വെച്ചിരിക്കുന്ന ഈ ടേബിളിന്റെ മുകളിലായിട്ട് ഒരു ഷോളാണ് എൻ്റെ പഴയ നമ്മുടെ ഹാഫ് സാരിയുടെ സാരിയില്ലേ, അതാണ് കേട്ടോ. പഴയതാണ്, ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ ഉള്ളതാണ്. അപ്പൊ ഇതിന്റെ ഒരെണ്ണം കൂടെ എൻ്റെ കയ്യിലുണ്ടേ, ഇത്. അപ്പൊ ഇത് രണ്ടും അതുപോലെ ഒരു റെഡ് കളർ തുണിയും ഉണ്ട്. അപ്പൊ അത് 3ഉമാണ് ഞാൻ മാറി മാറി ഈ ടേബിളിൽ വിരിച്ചു കൊടുക്കാറുള്ളത്. അപ്പൊ ഇത് ഞാൻ ഓൾറെഡി കഴുകി ഉണക്കി വെച്ചിരുന്നതാണ്. ഇത് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ആദ്യം ഞാൻ ഇതെല്ലാം ഒന്ന് എടുത്ത് മാറ്റിയിട്ട് നമുക്ക് കാണാവേ. ഇത് പെയിന്റിങ് ബ്രഷാണ്, പെയിന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ബ്രഷാണ്. പക്ഷെ ഞാനിത് വേറെ ഒന്നിനും ഉപയോഗിക്കില്ല കേട്ടോ. നമ്മുടെ പൂജാ റൂമിന്റെ ക്ലീനിങ്ങിന് വേണ്ടി മാത്രമാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ വേറെ കുഴപ്പമൊന്നുമില്ല. ഇനി ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്യട്ടെ. അപ്പൊ ഇതാ നമ്മള് ബ്രഷ് വെച്ച്
അതായത് ഈ പെയിന്റ് അടിക്കുന്ന ബ്രഷ് വെച്ച് വെറുതെ ഒന്ന് എല്ലായിടും ഒന്ന് തുടച്ചിങ്ങനെ ഒന്ന് തട്ടിക്കുടഞ്ഞ് വെച്ചിട്ടുണ്ടേ. പക്ഷെ അതുകൊണ്ട് നമ്മുടെ ഇത്രയും ദിവസത്തെ പൊടിയുള്ളത് കൊണ്ട് അതുകൊണ്ടൊന്നും പോകത്തില്ല. അപ്പൊ ഞാൻ എന്താ ഇത് സ്ഥിരമായിട്ട് നമ്മുടെ പൂജാ റൂം ക്ലീൻ ചെയ്യാൻ വെച്ചിരിക്കുന്ന 3 തുണികളാണ് കേട്ടോ. അപ്പൊ ഇതില് ഈ കാണുന്നത് നമ്മുടെ പില്ലോ കവറാണ് കേട്ടോ. അത് ഞാനിങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് 2 പീസാക്കി എടുത്ത് വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഇതൊരു ടവലാണ് കേട്ടോ. അപ്പൊ ഇത് 3 ഉപയോഗിച്ചാണ് നമ്മളിവിടെ ക്ലീൻ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും എന്റെ ഒരു ക്ലീനിങ് രീതി വെച്ചിട്ട് 3 ടവല് വേണം കേട്ടോ. അപ്പൊ ഇത് നമ്മൾ കഴിഞ്ഞു, ഫസ്റ്റ് വൺ കഴിഞ്ഞു. ഇനി നമുക്ക് സെക്കൻഡ് വൺ എന്ന് പറയുന്നത് നല്ല ഉണങ്ങിയ ഒരു ടവല് അല്ലെങ്കിൽ ഒരു തുണി വെച്ചിട്ട് നമുക്ക് ഇതൊന്നിങ്ങനെ തുടച്ചു കൊടുക്കാം കേട്ടോ. അപ്പൊ ഇതാ നമ്മള് ഉണങ്ങിയ ഒരു തുണി വെച്ച് തുടച്ചു കേട്ടോ. ഞാൻ സാധാരണ ഈ തുണി തന്നെയാണ് വെള്ളത്തിൽ നനച്ചൊന്നും കൂടെ തുടയ്ക്കാറ്. പക്ഷെ ഇന്നിപ്പം അങ്ങനെ ഈ തുണി ഉപയോഗിക്കുന്നില്ല. കാരണം ഇത് ഒരുപാട് നാളായിട്ട് നമ്മൾ പൊടി അടിഞ്ഞിരുന്നതായതുകൊണ്ട് ഈ ടവൽ ഉപയോഗിക്കത്തില്ല കേട്ടോ, വെള്ളം മുക്കി തുടയ്ക്കാനായിട്ട്. അപ്പൊ ഇതാ ഒരു ബൗളില് അല്ലെങ്കിൽ ഒരു ബേസിനിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. ഇത് പ്ലെയിൻ വാട്ടർ ആണ്, ഒന്നും ഇട്ടിട്ടൊന്നുമില്ല കേട്ടോ ഇതില്. അപ്പൊ ഇതില് നമ്മുടെ തുണി ഒന്ന് മുക്കിയിട്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാം. പിഴിഞ്ഞെടുത്തതിന് ശേഷം നമുക്കിനി ഈ തുണി വെച്ചൊന്ന് തുടച്ചെടുക്കാം. അപ്പൊ ഇതാ നമ്മള് വെള്ളം വെച്ച് കഴുകി കഴിഞ്ഞു. ഇനി ഈ വെള്ളം കളഞ്ഞിട്ട് കുറച്ച് വെള്ളം കൂടെ എടുത്തോണ്ട് വരാവേ, എന്നിട്ട് കാണാവേ. ഇതാ നമ്മൾ വീണ്ടും ബേസിനിൽ അടുത്ത കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്, കാണാമല്ലോ അല്ലേ, വെള്ളമാണ്, പ്ലെയിൻ വാട്ടറാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ഒരല്പം കല്ലുപ്പും കൂടെ ഇട്ട് കൊടുക്കാവേ. പിന്നെ ജവ്വാദ് പൊടി, ഇത് നമ്മൾ ഈ പൂജാ സാധനങ്ങളൊക്കെ വാങ്ങാൻ പോകുന്ന കടകളിൽ കിട്ടും, ഓൺലൈനിലും ഉണ്ട് കേട്ടോ. ജവ്വാദ് നല്ലൊരു മണമാണ്, നല്ലൊരു ഡിവൈൻ മണമാണ് കേട്ടോ. അപ്പൊ ഇതും കൂടെ നമുക്കൊരല്പം വളരെ കുറച്ച് ഒരു നുള്ളു കേട്ടോ, ഒരു നുള്ളു ഇങ്ങനെ ഇട്ട് കൊടുക്കാം. നമ്മൾ വീടൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യത്തില്ലേ, അങ്ങനത്തെ ആ വെള്ളത്തിൽ ഇട്ട് കൊടുത്താലും നല്ല മണമായിരിക്കും. അപ്പൊ ഇത് നേരത്തെ നമ്മൾ തുടച്ച നനഞ്ഞ തുണി. ഇനി ഈ ഫ്രഷ് തുണി എടുക്കാം കേട്ടോ. നമുക്ക് കൈവച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ. കല്ലുപ്പും മഞ്ഞളും ഒക്കെ നല്ലതാണല്ലോ. അതിൽ നന്നായിട്ടൊന്ന് മുക്കിയെടുത്ത് പിഴിഞ്ഞെടുക്കാം. അപ്പൊ ഇതാ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് ആദ്യം നമ്മൾ നേരത്തെ മാറ്റി വെച്ചില്ലേ പൂജാ റൂം, അതിലൊന്ന് തുടച്ചിട്ട് വരട്ടെ. അതാ അത് തുടച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഒന്ന് തുടച്ചു കൊടുക്കാം. നമുക്ക് നേരത്തെ തുടച്ചതുപോലെ അതേപോലെ ഒന്ന് തുടച്ചു കൊടുക്കാം കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇത് നമ്മുടെ ഒരു സ്റ്റീൽ മേശയാണ്, അതുകൊണ്ട് നമുക്ക് ഇതിങ്ങനെ ഒന്ന് തുറന്നിട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഉണങ്ങി വരട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് ഈ തുണി, നേരത്തെ ഉപയോഗിച്ച തുണികളെല്ലാം ഒന്ന് കഴുകിയിട്ട് വരാവേ. അപ്പോഴത്തേക്ക് ഇത് നന്നായിട്ട് ഉണങ്ങട്ടെ. ഇനി ഇപ്പോഴൊന്നും ഞാൻ വരത്തില്ല, നന്നായിട്ട് ഉണങ്ങി ഇതൊന്ന് വൈകുന്നേരം ഒക്കെ ആവുമ്പോൾ നമുക്കത് ബാക്കിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാമേ. അപ്പൊ പോയിട്ട് വരാം. അപ്പൊ ഇതാ നമ്മള് ടേബിളെല്ലാം തുടച്ച് ക്ലീൻ ചെയ്തിട്ടിട്ട് കുറച്ചധികം സമയമായിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ദാണ്ട നമ്മുടെ ആ ജവ്വാദ് പൊടി ഇട്ട് തുടച്ചിട്ട് അതിന്റെ നല്ല മണമുണ്ട് കേട്ടോ. പിന്നെ ഇനിയിപ്പോ നമുക്ക് 2 ഡ്രോയ്ക്കകവും ഉണങ്ങിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഡ്രോയ്ക്കകത്ത് നേരത്തെ നമ്മൾ സാധനങ്ങൾ എടുത്തപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അതിനകത്തുനിന്ന് ഇതേപോലൊരു ബോക്സും കൂടെ എടുക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ബോക്സ് അല്ല, ഇതുപോലൊരു പേപ്പർ എടുക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ ഇത് നമ്മളെ നോട്ട്ബുക്ക് ഒക്കെ ബൈൻഡ് ചെയ്യുന്ന പേപ്പറാണ് കേട്ടോ. അപ്പൊ ഇത് സാധാരണ ഞാൻ സ്കൂൾ തുറക്കുന്ന സമയത്ത് ഇവരുടെ സാധനം വാങ്ങുന്നതിന്റെ കൂടെ ഇതും അത്യാവശ്യം വാങ്ങിച്ചു വെക്കാറുണ്ട്. എല്ലാ കബോർഡുകളിലും ഇതാണ് വിരിക്കുന്നത്.
അപ്പൊ ഇതിൽ ഓൾറെഡി കിടന്നതെല്ലാം പന്നലായല്ലോ. അപ്പൊ നമുക്കിനി ഇതെല്ലാം പുതിയതാക്കാം. നമ്മൾ 2 കബോർഡിലേക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ 2 ഡ്രോയേഴ്സിന് വേണ്ടിയിട്ടും ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അളവിന്. അപ്പൊ ഇതൊന്ന് ആദ്യം വിരിച്ചു കൊടുക്കാവേ. ഇനി ഞാൻ എല്ലാ സാധനങ്ങളും ഒന്ന് എടുത്തോണ്ട് വരട്ടെ. അപ്പൊ ഇതാ എല്ലാ സാധനങ്ങളും എടുത്ത് ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ, വെക്കാൻ എളുപ്പത്തിന്. അപ്പോൾ ഇത് മുമ്പ് വെച്ചിരുന്ന ട്രേ തന്നെയാണ്, എണ്ണ വെച്ചിരുന്നതാണ് കേട്ടോ. അപ്പൊ അത് വേറൊരു ട്രേയിലോട്ട് മാറ്റി എന്നിട്ട് ഇതിലേക്ക് എല്ലാ പാത്രങ്ങളിലും ഇതുപോലെ ടിഷ്യൂ പേപ്പർ, ഇത് ടിഷ്യൂ പേപ്പർ ആണ്, ടിഷ്യൂ പേപ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് നമുക്ക്, ഇത് എണ്ണയാണ്, അതായത് നമ്മൾ ദിവസവും ഉപയോഗിക്കാൻ പാത്രത്തിൽ ഒഴിച്ചതിന്റെ ബാക്കി വരുന്ന എണ്ണയും നെയ്യുമാണ് കേട്ടോ. അപ്പൊ അത് രണ്ടും ഇതുപോലെ ഒരു ബോക്സിനകത്താക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇതിൽ വെച്ചു കൊടുക്കാം. ഇത് ഡയമണ്ട് കൽക്കണ്ടമില്ലേ, അതാണ് കേട്ടോ. അത് വലിയൊരു പാക്കറ്റാണ് കിട്ടിയത്. അപ്പൊ അത് ഇതുപോലെ ഒരു ബോക്സിലാക്കിയിട്ട് കുറച്ച് ഞാൻ അല്ലാതെ ഡെയിലി ഉപയോഗിക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ആ പടിക്കാരം എന്ന് പറയും, അതാണ്. ഇത് ഗ്രാമ്പൂ, പിന്നെ അതേ നേരത്തെ കണ്ടില്ലേ ആ മട്ക, ആ ചെറിയ കുടം, ഇത്രയും കൂടെയാണ്. ഇത് ഇത്രയും നമുക്ക് ഇങ്ങനെ അകത്തോട്ട് വെച്ചു കൊടുക്കാവേ. കാരണം ഇത് എപ്പോഴും എടുക്കുന്ന സാധനങ്ങളല്ല, നമുക്ക് എന്നാ ആവശ്യം വരുമ്പോൾ എടുക്കുകയും വേണം, വല്ലപ്പോഴും ഒക്കെ എടുക്കേണ്ടി വരുള്ളേ. കാരണം ഇതിന്റെ എല്ലാം ചെറിയ ചെറിയ അളവ് ഞാനിവിടെ വെച്ചിട്ടുണ്ട്. എണ്ണയായാലും നെയ്യായാലും നമ്മുടെ ഡയമണ്ട് കൽക്കണ്ടായാലും ഒക്കെ ഞാനിവിടെ വെച്ചിട്ടുണ്ടേ. അപ്പൊ അതുകൊണ്ട് അത് ചെറുതായിട്ടുള്ളത് അവിടെ വെച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ കണ്ടില്ലേ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ കുങ്കുമം, പിന്നെ ഈ നമ്മൾ പടുക്കയൊക്കെ വെക്കുമ്പോഴത്തേക്ക് കിട്ടുന്ന ഈ ശാമ്പ്രാണിക്കട്ടയില്, ഇത് ഇങ്ങനെയൊക്കെ ഉള്ളത് കുറച്ച് സാധനങ്ങളെല്ലാം കൂടെ ഞാൻ ഈ ഒരു ചെറിയ ബോക്സിലോട്ട് മാറ്റിയിട്ടുണ്ട്. അതുകൂടെ ഇതിന്റെ മുകളിലേക്ക് തന്നെ അങ്ങ് വെച്ചു കൊടുക്കും. അപ്പൊ അത് ബാക്കിൽ അങ്ങ് ഒതുങ്ങിയിരിക്കും. അത് എപ്പോഴും നമുക്ക് എടുക്കേണ്ട സാധനം അല്ല. അതുപോലെ ഈ 2 ആറ്റുകാലമ്മയുടെ പടം, അതും നമുക്ക് ബാക്കിലോട്ട് വെച്ചു കൊടുക്കാം. ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാൻ എങ്ങനെ നിങ്ങൾക്ക് തരും, എനിക്കിവിടെ അടുത്തൊന്നും അല്ല അല്ലേ, നിങ്ങൾ ആരും ആയിരുന്നെങ്കിൽ ഞാൻ തന്നേനെ. കാരണം വെറുതെ നമ്മളിവിടെ വെച്ചേക്കുന്നേക്കാളും നല്ലതാണല്ലോ ആരെങ്കിലും ഒക്കെ ഉപയോഗിക്കുന്നത് അല്ലേ. പിന്നെ ഇത് നേരത്തെ കാണിച്ചതാണ്, നമ്മുടെ മറ്റേ ശാമ്പ്രാണി പുകയ്ക്കുന്ന കോൺസ്, ഫ്രാഗ്രന്റ് കോൺസും. അതുപോലെ തന്നെ ഈ ബോക്സിനകത്ത് നമ്മുടെ കപ്പ് സാമ്പ്രാണിയാണ് കേട്ടോ. അപ്പൊ അതും കൂടെ ഇതുപോലെ, ഇത് മുമ്പൊരിക്കൽ നമ്മുടെ ശാമ്പ്രാണിത്തിരി വാങ്ങിച്ച ബോക്സ് ആണ് കേട്ടോ, വലുതായി. അപ്പൊ അത് ഇതിന്റെ ഉള്ളിൽ വെച്ചിട്ട് ഞാൻ ഇതുപോലെ ഇങ്ങനെ അകത്തോട്ട് നീക്കി വെച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പൊ അത് അതിനകത്ത് അങ്ങ് ഒതുങ്ങി. പിന്നെ ഇത് ഇപ്രാവശ്യം നമ്മളിങ്ങനെ ബോഡി ഗാർഡിന്റെ ഇത് വാങ്ങിച്ചപ്പോ ഇങ്ങനെ വലിയൊരു ബോക്സ് ആയിട്ടാണ് മേടിച്ചത്. ഇതിന്റെ ഒരു പാക്കറ്റ് പൊട്ടിച്ചത് ഇവിടെ വെളിയിൽ വെച്ചിട്ടുണ്ട്. ബാക്കി നമുക്ക് ഇതിനകത്ത് തന്നെ അങ്ങ് വെച്ചേക്കാം കേട്ടോ. ഇതും എപ്പോഴും ഒന്നും വേണ്ടതല്ല. പിന്നെ ഈ ശാമ്പ്രാണി തിരികള്, ഇതെന്താണെന്ന് വെച്ചാൽ മോള് ചിലപ്പം ചില വിശേഷ ദിവസങ്ങളിലൊക്കെ നമ്മൾ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ നമ്മൾ ഈ ശാമ്പ്രാണി തിരി കൊണ്ടുവന്ന് ദേവിക്ക് നടയിൽ വെക്കാറുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇത് ഇങ്ങനെ മീതെ തന്നെ അങ്ങ് വെച്ചു കൊടുത്താൽ മോളാണ് പോണെങ്കിൽ പുള്ളിക്കാരിക്ക് എടുക്കാനും എളുപ്പമായിരിക്കും. പിന്നെ നമ്മുടെ ബുക്കുകള്, അപ്പൊ ബുക്കുകളെല്ലാം നമുക്ക് ഒരുവിധം ഒന്ന് സെറ്റ് ചെയ്ത് ഇങ്ങനെ വെച്ചു കൊടുക്കാം കേട്ടോ. ഞാൻ സ്ഥിരം വായിക്കുന്നത് ലളിതാ സഹസ്രനാമം വായിക്കും, അങ്ങനെയൊക്കെ. ബാക്കി എല്ലാ ബുക്കുകളും ഒരുവിധം എല്ലാ സഹസ്രനാമങ്ങളും, വിഷ്ണു സഹസ്രനാമം ഈ ഇടയ്ക്ക് വാങ്ങിച്ചതാണ് കേട്ടോ. ശിവസഹസ്രനാമമൊക്കെ പണ്ടേ ഉള്ളത്, ഗായത്രി മന്ത്രങ്ങള്, അങ്ങനെയൊക്കെ കുറെ ബുക്കുകള്. ഈ ബുക്ക് കണ്ടോ, താളിയോല. ഈ ബുക്ക് ഇല്ലാത്തവരൊന്ന് വാങ്ങിച്ചു നോക്കണം കേട്ടോ, നല്ല ബുക്കാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ബുക്കാണ് കേട്ടോ. കാരണം നമ്മൾ ഒരുപാട് ഡൗട്ടുകൾ ഉണ്ടാവൂലേ, എന്തുവാണ് നമ്മള് ഇങ്ങനെ പറയില്ലേ, നെഞ്ചില് കൈ കെട്ടി ഉറങ്ങാമോ, അല്ലെങ്കിൽ അരി വേവിക്കാൻ കലത്തിലിടുമ്പോ സംസാരിച്ചൂടാന്ന് പറയും. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. മരണാനന്തര ബലി ആവശ്യമാണോ, അങ്ങനെ ആവശ്യമില്ലേ എന്നൊക്കെ, പൂച്ച കുറുകെ ചാടിയാൽ ദോഷമാണോ എന്നൊക്കെ നമ്മൾ പറയില്ലേ, ഈ പൂച്ച കുറുകെ ചാടി ഇനിയിപ്പോ പോണ കാര്യം നടക്കൂല എന്നൊക്കെ പറയും. അപ്പൊ അതിന്റെ സയന്റിഫിക് ആയിട്ടുള്ള വശങ്ങളിലുള്ള ആൻസേഴ്സ് ആണ്, ഉത്തരങ്ങളാണ് ഈ ബുക്കിൽ ഉള്ളത് കേട്ടോ. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ഇഷ്ടമുള്ളവർക്ക് ഈ ബുക്ക് ഒന്ന് വാങ്ങിച്ചു നോക്കാം. പിന്നെ കുറെ മന്ത്രങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ഇതെല്ലാം കൂടെ
നമുക്കിങ്ങനെ ഇവിടെ ഇങ്ങനെ അങ്ങനെ ബുക്സ് എല്ലാം ഇതിനകത്തങ്ങ് വെച്ചു കേട്ടോ. ഈ ഒരു ബുക്ക് വലിയ ബുക്കായിട്ട് ഇങ്ങനെ സൈഡിൽ ചരിച്ചു വെച്ചേ ഉള്ളൂ. അപ്പൊ ആ ഡ്രോയർ സെറ്റായി. ഇനി നമുക്ക് മുകളിലത്തെ ഡ്രോയറിൽ ഓരോന്നായിട്ട് സെറ്റ് ചെയ്തെടുക്കാം. അപ്പൊ ഈ ഇരിക്കുന്നതൊക്കെ എന്റെ പഴയ സ്പൈസ് ബോക്സ് ഉണ്ട് കേട്ടോ, റാക്ക് ഇങ്ങനെ കറങ്ങുന്ന ടൈപ്പ് റിവോൾവ്, അതിന്റെ ജാർസ് ആണ്. കുറെയൊക്കെ പൊട്ടിപ്പോയി, അപ്പൊ അതുകൊണ്ട് ഞാനിപ്പോ ഉപയോഗിക്കുന്നില്ല. അപ്പൊ അതിൽ പൊട്ടാത്തതൊക്കെ കൂടെ ഞാൻ എടുത്ത് ഇതുപോലെ തേച്ച് കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിലേക്ക് മാറ്റി. അപ്പൊ ഡയമണ്ട് കൽക്കണ്ടം, കർപ്പൂരം, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. പിന്നെ ജവ്വാത് മേടിച്ചത്, അത് അങ്ങനെ തന്നെ വെച്ചിരിക്കുകയാണേ. ഇത് പിന്നെ നമ്മുടെ മറ്റേ കോൺ ശാമ്പ്രാണി ഇല്ലേ, ശാമ്പ്രാണി കട്ട, അതാണ്. അപ്പൊ അതെല്ലാം കൂടെ നമുക്കിങ്ങനെ ഒരു ബോക്സിലാക്കി, അതായത് ഒരു ട്രേയിൽ വെച്ച് ഇതിന്റെ ഉള്ളിലേക്ക് വെക്കുകയാണ് കേട്ടോ. അപ്പൊ ട്രേയിലാവുമ്പോ എന്തെങ്കിലും ചിന്തി വീണാലും അതിനകത്ത് തന്നെ കിടക്കും. ഇതെന്ന് പറയുന്നത് അരിയാണ്. നമ്മള് അന്നപൂർണേശ്വരി ദേവിയെയും ഒക്കെ വെക്കുന്ന അതില് അരി ഇട്ടിട്ടാണല്ലോ വെക്കുന്നത്. അപ്പൊ അങ്ങനെ ഇടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന അരിയാണ്. ഞാൻ പച്ചരി വാങ്ങുമ്പോൾ ഇതുപോലെ ഈ പാത്രത്തിൽ നിറച്ചെടുത്ത് വെക്കും കേട്ടോ. അപ്പം അത് ചെറുതാണല്ലോ, അപ്പൊ കുറച്ച് മതിയല്ലോ അതിന് വേണ്ടിയിട്ട്. അപ്പൊ ഇതിൽ വെച്ചാൽ ഇത് അടയത്തില്ല, അതുകൊണ്ട് ഇത് ഇവിടോട്ട് വെക്കാന്ന് കരുതുന്നു. അപ്പൊ അടുത്ത ബോക്സ് ഈ ബോക്സ് ആണ്. ഇതിലെന്ന് പറയുന്നത് സൈഡില് ഒരു കത്രിക വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പിച്ചാത്തി വെച്ചിട്ടുണ്ട്, ചെറിയ പിച്ചാത്തിയാണേ, ചെറുതാണെങ്കിലും പവർഫുൾ ആണ്, മൂർച്ചയുണ്ട് കേട്ടോ. പിന്നെ ഒരു കുഞ്ഞ് സ്പൂണ്, പിന്നെ നെയ്യ്, അതിൽ സ്പൂണ് കിടപ്പുണ്ട്. പിന്നെ ഈ ബോക്സ് എണ്ണയാണ് കേട്ടോ, എണ്ണ, അതിലും സ്പൂൺ ഇട്ടിട്ടുണ്ട്. പിന്നെ തീപ്പെട്ടി, അതുപോലെ തന്നെ നമ്മുടെ തിരിത്തുണി നമ്മൾ നേരത്തെ കണ്ട ആ ഒരു മൺ സംഭവത്തിനകത്താക്കി ഇങ്ങനെ വെച്ചു കേട്ടോ. അപ്പൊ ഇത് നല്ല രസമായിട്ട് ഒതുങ്ങിയിരുന്നോളും. അപ്പൊ ഇതും കൂടെ നമുക്ക് ഇവിടെ ഇങ്ങനെ വെച്ചു കൊടുക്കാം. ഓക്കെ, സെറ്റായില്ലേ? ഇനിയിപ്പൊ നമുക്ക് വേണമെങ്കിൽ ഈ കത്രികയൊക്കെ ഇപ്പുറത്തോട്ട് വേണമെങ്കിൽ എടുത്തിടാം, കാരണം സ്ഥലമുണ്ട് ഇവിടെ. അപ്പൊ എണ്ണയൊന്നും ആയി ചീത്തയാവും എന്നുള്ള പേടിയും വേണ്ട കേട്ടോ. അപ്പൊ എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഈ ഡ്രോയും സെറ്റായി. ഇനി ഇതും അടച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ ഓയിലൊക്കെ വെച്ചിരുന്ന ട്രേയില്, അല്ല ഇതെന്താ വെച്ചിരുന്നായിരുന്നു, നേരത്തെ താഴെ വെച്ചിരുന്ന ട്രേ ആണ് കേട്ടോ. അപ്പൊ അതില് നമ്മൾ ദിവസവും കത്തിക്കുന്ന ശാമ്പ്രാണിത്തിരിയുടെ ഒരു പാക്കറ്റും, അതുപോലെ തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അരിയുടെ ബോക്സും കൂടെ നമുക്കിങ്ങനെ, അരിയുടെ ഈ കുപ്പി കൂടെ നമുക്കിങ്ങനെ വെച്ചു കൊടുക്കാം കേട്ടോ. അപ്പൊ ഇത് എപ്പോഴും എടുക്കുന്നതല്ലല്ലോ, അപ്പൊ അതുകൊണ്ട് അതത്രയും അങ്ങനെ അവിടെ സെറ്റായി. ഇനി നമുക്ക് മുകളിലത്തെ ഭാഗം നോക്കാം. അപ്പൊ നമ്മൾ താഴെ എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്, കണ്ടല്ലോ. ഈ തുണി നമുക്ക് നമ്മുടെ ടേബിളിന്റെ മുകളിൽ വിരിച്ചു കൊടുക്കാവേ. വിരിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ ചേർത്തിട്ട് കഴിഞ്ഞാൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി മാറത്തില്ല. ഇത് ഫ്രണ്ടിൽ ഒരു ലുക്കിന് വേണ്ടിയാണ് ഞാൻ ഇതിങ്ങനെ കവർ ചെയ്തിട്ടിരിക്കുന്നത്, ഇല്ലെങ്കിൽ ഇതിങ്ങനെ ഇരിക്കുമ്പോൾ വൃത്തിയിടല്ലേ, അതുകൊണ്ട് കേട്ടോ. പിന്നെ നമുക്ക് നമ്മുടെ പൂജാ ക്യാബിനറ്റ് എടുത്തോണ്ട് വരാം. പ്രാർത്ഥിക്കുന്ന ഏത് അപ്പൊ എല്ലാം ആയിട്ടുണ്ട്. നമ്മുടെ ഈ പൂജാ റൂമിൽ ഞാൻ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് കേട്ടോ, ഇങ്ങനെ ഒരു ചെറിയ ടേബിളിലൊക്കെ വെക്കുന്ന ഡസ്റ്റ്ബിന്നാണേ. ഇത് നമ്മളിങ്ങനെ തുറക്കൊന്നും വേണ്ട, ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ ഇത് ഞാൻ എപ്പോഴും ഇവിടെ വെച്ചേക്കും, കാരണം നമ്മൾ കത്തിച്ചു കഴിഞ്ഞാൽ തീപ്പെട്ടിയുടെ കൊള്ളി ആയാലും, അതുപോലെ തന്നെ ഇന്ന് കത്തി തീർന്ന ശാമ്പ്രാണിയുടെ ആ കൊള്ളി ഉണ്ടല്ലോ അതുപോലെ ശാമ്പ്രാണിക്കട്ടയുടെ പൊടി, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഇതിനകത്തങ്ങ് ഇട്ട് വെക്കും. എന്നിട്ട് ലാസ്റ്റ് ഒരു മാസമൊക്കെ ആകുമ്പോഴേ ഞാൻ മാറ്റാറുള്ളേ. ആവുമ്പോഴത്തേക്ക് ഈ കവർ, ഇത് ഞാൻ ഒരു കവർ ഇട്ടാണ് വെച്ചിരിക്കുന്നത്, കണ്ടോ, സാധാരണ കവർ, നമ്മൾ പാലൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന സാധാരണ കവർ ഇങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതങ്ങ് എടുത്ത് നമുക്കങ്ങ് ഡിസ്പോസ് ചെയ്യാൻ എളുപ്പമായിരിക്കും. അപ്പൊ ഇത് ഇവിടെ വെച്ചു കൊടുക്കാം. ഓക്കെ, സെറ്റ്. ഇനി നമുക്ക് നമ്മുടെ ഇവിടുത്തെ പ്രധാന ആളെ കൊണ്ട് വെക്കാം.
ഞാൻ ജസ്റ്റ് പൊടിയൊക്കെ ഒന്ന് തുടച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ബാക്കി നമ്മുടെ പൂജ, അതായത് ദൈവങ്ങളെയും ഒക്കെ ഒന്ന് അറേഞ്ച് ചെയ്യാവേ. എല്ലാ സംഭവങ്ങളും ഞാൻ ഇങ്ങനെ അങ്ങ് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഞാൻ എല്ലാം വെച്ചതിന് ശേഷം ഫോണിങ് എടുത്ത് കാണിച്ചു തരാം. കാരണം എനിക്ക് വേറെ വീഡിയോ എടുത്തു തരാനൊന്നും ആരും ഇല്ല. അപ്പൊ അതുകൊണ്ട് എടുത്ത് കാണിച്ചു തരാവേ. അപ്പൊ ഇതിനി നമുക്ക് എനിക്കൊന്നും കൂടെ ഒന്ന് കുളിക്കുകയൊക്കെ ചെയ്യണം. കാരണം രാവിലെ മുതൽ ഇതിന്റെ പിറകെ നിന്നത് കാരണം രാവിലെ കുളിച്ചാണെങ്കിൽ നല്ല വേർപ്പും ഇതുമൊക്കെ ഉണ്ട്. അപ്പൊ എന്തായാലും ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് വന്ന് നമുക്ക് വിളക്ക് കൊളുത്താം. അപ്പൊ കാണാവേ ബാക്കി. ശുഭം ഭവതു കല്യാണം ആയുരാരോഗ്യവർദ്ധനം സർവശത്രുവിനാശായ സന്ധ്യാദീപം നമോ നമഃ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. അപ്പൊ നമ്മുടെ ഒരു കുഞ്ഞു പൂജാ റൂമിന്റെ കുഞ്ഞു ഓർഗനൈസേഷൻ ഒക്കെ കണ്ടല്ലോ. വീഡിയോ കണ്ട് നിങ്ങളും ഇൻസ്പയർഡ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ വീട്ടില് പൂജാ റൂമൊക്കെ ഇതുപോലെയൊക്കെ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഒരുപാട് സന്തോഷമാകും കേട്ടോ. അപ്പൊ എല്ലാവരും ചെയ്തൊക്കെ നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്നൊക്കെ കമന്റ് ചെയ്യണം കേട്ടോ. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ ആ വെള്ളത്തിലിട്ട് ജവ്വാത് പൊടിക്ക് വലിയ വിലയൊന്നുമില്ല കേട്ടോ. വലിയ വിലയെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല വിലയുണ്ട്. പക്ഷെ കുഞ്ഞു ബോട്ടിലിന് 30 രൂപയാണ് കേട്ടോ ഞാൻ എടുത്തത്. അപ്പൊ അതുപോലത്തെ ഒരെണ്ണം വാങ്ങിച്ചാൽ നമുക്ക് കുറെ അധികം നാൾ ഉപയോഗിക്കാം. കാരണം അതൊരു നുള്ളിട്ടാൽ മതി, ഭയങ്കര മണമാണ്. അത് തുറക്കുമ്പോൾ തന്നെ ഭയങ്കര മണമാണ്. അപ്പൊ നമുക്ക് ഒരുപാട് നാൾ ഉപയോഗിക്കാനൊക്കെ പറ്റും. അപ്പൊ എല്ലാവരും ഇതുപോലെയൊക്കെ ചെയ്തു നോക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ തന്നെ താഴെ കമന്റ് ബോക്സിൽ കമന്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കണ്ട. ഇനി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പൊ ഞാൻ ഇതുപോലെ നല്ല നല്ല വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.